ഭാഗ്യം മനുഷ്യരിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നതാണ് ഈ ചിന്തയുടെ കാതൽ. 6 ഡിഗ്രി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. 6 പേര് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ആളെടുത്ത് നമ്മൾ എത്തുന്ന. നിങ്ങളുടെ പേര് നിങ്ങളെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നു. നിങ്ങൾക്ക് എത്ര പേരെ അറിയാം എന്നതല്ല, നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളെ അറിയാം എന്നതാണ് സോഷ്യൽ അസറ്റ് എന്ന് പറയുന്നത്. ദിസ് വീഡിയോ ഈസ് പവേർഡ് ബൈ മെഡിമിക്സ്. നമസ്കാരം. നമസ്കാരം. ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ബന്ധുബലത്തെ കുറിച്ച്. യുവർ നെറ്റ്വർക്ക് ഈസ് യുവർ നെറ്റ്വർത്ത് എന്ന് റോൺജി ഇപ്പൊ പറഞ്ഞായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് അവിടെയാണ്. അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിനെ കുറിച്ച് പറയാമെങ്കിൽ. എക്സാക്ട്ലി അത് വളരെ ശരിയാണ്. നിങ്ങളുടെ ബന്ധങ്ങളാണ് നിങ്ങളുടെ ആസ്തി എന്ന് നമുക്കതിന് ഒറ്റ മലയാള വാക്കിൽ പറയാം. ആളുകളുമായുള്ള ബന്ധങ്ങളെ നമ്മൾ ഭാഗ്യശാലികളുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഭാഗ്യം വരുന്ന വഴികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആളുകളുമായിട്ടുള്ള ബന്ധം, നിങ്ങളുടെ നെറ്റ്വർക്ക് എങ്ങനെ നിങ്ങൾക്ക് നെറ്റ്വർത്തായി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് സോഷ്യൽ അസറ്റ് നമുക്ക് അതിനെ വേണം വിളിക്കാം. ഈ സോഷ്യൽ അസറ്റ് അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരാളാണ് ഞാൻ. അസറ്റാണ്. അപ്പൊ അത് വളരെ ബന്ധങ്ങൾ നിലനിർത്താനും ആ രീതിയിലൊക്കെ പോകുന്ന ഒരാളെന്ന നിലയ്ക്ക് എപ്പോഴും ആളുകളൊക്കെ എനിക്ക് വലിയ അപ്രിസിയേഷൻ കിട്ടുന്ന എൻ്റെ അസറ്റ് അതാണ്. ഇവിടെ നമ്മൾ ഭാഗ്യം മനുഷ്യരിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നതാണ് ഈ ചിന്തയുടെ കാതൽ. അത് മനുഷ്യരിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഭാഗ്യം എന്ന് പറയുന്നത്. നമ്മൾ എത്ര കഴിവുള്ളവരാണെങ്കിലും ശരിയായ ആളുകളുമായി ബന്ധമില്ല എന്ന് വെച്ചോളൂ. കറക്റ്റായിട്ടുള്ള ശരിയായ ആളുകളുമായിട്ടല്ല നമ്മൾ സഞ്ചരിച്ച് എത്തുന്നത്, ബന്ധപ്പെട്ട് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ ഭാഗ്യം പകുതി വഴി വെച്ച് നിലച്ചു പോകും. ശരിയായ ആളുകളുടെ കയ്യിലല്ല എത്തിച്ചേരുന്നതെങ്കിൽ, ശരിയായ ആളുകളിലൂടെ അല്ല പോകുന്നതെങ്കിൽ, ശരിയായ ആശയങ്ങളിലൂടെ അത്തരം സംഗതികളിലൂടെ അല്ല പോകുന്നതെങ്കിൽ അത് പകുതി വെച്ചിട്ട് ഇടയ്ക്ക് വെച്ച് നിലച്ചു പോകും ഭാഗ്യം എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ നിർഭാഗ്യവാൻ എന്നൊക്കെ പലപ്പോഴും പറയുന്നത്. അപ്പൊ ഇത് കൃത്യമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വരും. അത് ശരിയാക്കിയാൽ മതി എന്നാണ്. അപ്പൊ നെറ്റ്വർക്ക് എന്ന ഭാഗ്യയന്ത്രം, നമ്മൾ ഭാഗ്യയന്ത്രങ്ങളെ കുറിച്ച് പറയാറുണ്ടല്ലോ. സതീഷ് ഒരു ചിരി വരുന്നുണ്ട് ഭാഗ്യയന്ത്രം എന്ന് പറഞ്ഞപ്പോൾ. പലരും ഭാഗ്യയന്ത്രങ്ങൾ വിൽക്കുന്നുണ്ട് അല്ലെ, വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്. അതിലൊക്കെ ഈ ഭാഗ്യയന്ത്രമൊക്കെ വിൽക്കുന്നതിലൊക്കെ മനസ്സിലൊരു വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് പ്രതീക്ഷയുമായിട്ടൊക്കെ ബന്ധമുണ്ട് കേട്ടോ. അതിന് നമ്മൾ അടച്ചാക്ഷേപിക്കൊന്നും വേണ്ട. ചിലതിൽ ശരിയുണ്ട്, ചിലത് തെറ്റുണ്ട്, അങ്ങനെയൊക്കെയാണ്. നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും ഈ നെറ്റ്വർക്ക് എന്ന ഭാഗ്യയന്ത്രം, പുതിയ ഈ ഭാഗ്യയന്ത്രത്തെ നോക്കിയാൽ ഭാഗ്യം പലപ്പോഴും ഒരാളുടെ രൂപത്തിലാണ് വരുന്നത് എന്ന് കാണാം. നമുക്ക് പലപ്പോഴും ആളുടെ രൂപത്തിലാണ്, മനുഷ്യന്റെ രൂപത്തിലാണ് മിക്കവാറും ഭാഗ്യം വരുന്നത്. ഒരു പഴയ സുഹൃത്ത് നൽകുന്ന ഒരു വിവരം, ഒരു ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ഒരു പരിചിതൻ വഴി ലഭിക്കുന്ന ഏതെങ്കിലും ഒരു ബിസിനസിന്റെ ഓഫർ, ഒരു സ്കീമുണ്ട്, ഇങ്ങനെയുണ്ട്, സംഭവമുണ്ട്, നീ ഒന്ന് ചെയ്തു നോക്കെന്ന് പറയുന്ന ഒരു ഓഫർ. ഇവയെല്ലാം പുറമേ നിന്ന് നോക്കുമ്പോൾ ഭാഗ്യമാണെങ്കിലും അവ നിങ്ങളുടെ ബന്ധങ്ങളുടെ ഫലമായിട്ട് ഉണ്ടായതാണ്. നിങ്ങളുടെ നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട്, റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായതാണ്. അല്ലാതെ വെറുതെ ഒരു ദിവസം നിങ്ങളെ ഭാഗ്യത്തിന് വേണ്ടി ഒരാൾ വിളിക്കുകയല്ല. ഒരു വിവരം, ഒരു ഇൻഫർമേഷൻ ഉണ്ട്, ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ ഇങ്ങനെ നടക്കുന്നത് അപരിചിതം വിളിച്ചു പറയുമോ? ഒരിക്കലും വിളിച്ചു പറയില്ല അല്ലേ? ഒരു സ്ഥലത്ത് ഏതെങ്കിലും നമ്മളൊരു സ്ഥലം എടുത്തിരുന്നു, അവിടെ ഏതെങ്കിലും ഒരു വലിയൊരു പാർക്കോ സർക്കാർ എന്തെങ്കിലും ഒരു പ്രോജക്റ്റോ വരുന്നു എന്ന് അറിയുന്നത് ഒരു സുഹൃത്ത് തന്നെ ആയിരിക്കും വിളിച്ച് അറിയിക്കുക നമ്മളല്ലേ. മിക്കവാറും അങ്ങനെയായിരിക്കും നമ്മൾ അറിയുന്നത്, അങ്ങനെയൊക്കെ ആയിരിക്കും. ഭാഗ്യം എന്താ പറയാമെന്ന്. അല്ല, ഞാൻ റോംജി ആദ്യം പറഞ്ഞു വെച്ചു എനിക്ക് ധാരാളം ബന്ധുക്കളോ അല്ലെങ്കിൽ നല്ല നെറ്റ്വർക്കിംഗ് ഉള്ള ഒരാളാണെന്ന്. കാരണം ഞാൻ പല അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ പലർക്കും ഉണ്ടാകുമ്പോൾ അത് പരിഹരിച്ചു കൊടുക്കുന്ന ഒരു മീഡിയേറ്ററായിട്ട് റോബിൻ ചേട്ടനെ ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ സമാന സ്വഭാവക്കാരായിട്ടുള്ള ആൾക്കാരാണ് നമ്മളുടെ നെറ്റ്വർക്കിൽ വരണേ എന്നുള്ളതാണ് ഞാൻ ഇതുവരെ. പക്ഷെ ഞാൻ റോബിൻ ചേട്ടൻ്റെ കേസിൽ നോക്കുമ്പോൾ എല്ലാ രീതിയിലുള്ള ആൾക്കാരുമായിട്ട് ഒരു നെറ്റ്വർക്കിംഗ് ഉണ്ട്. എങ്ങനെയാണ് അത് സാധ്യമാകുന്നത്? ചോദ്യം എന്നോട് എപ്പോഴും ചോദിക്കുന്നത്. അതെ, അല്ല, നമുക്കൊന്നും സാധ്യമല്ലാത്തൊരു കാര്യമാണ് അത്. എനിക്ക് ഞാനുമായിട്ട് എന്റെ സ്വഭാവത്തിന് ചേർന്ന് പോകുന്ന ആൾക്കാർ മാത്രമേ എന്റെ നെറ്റ്വർക്കിലുള്ളൂ. ഞാൻ ചില സൂത്രപ്പണികൾ ചെയ്യാറുണ്ട്, ഞാനത് പറയാം. മോൻജി എപ്പോഴും എന്നോട് പറയാറുള്ള സാധനമുണ്ട്, റോബിൻ, നമ്മൾ രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ മഹാസമ്പന്നരാണ് എന്ന് പറയും. കാരണം നമ്മുടെ സോഷ്യൽ അസറ്റ് അത്ര വിപുലമാണ്. ഇപ്പം എന്നെക്കാളൊക്കെ എത്രയോ സമ്പന്നനാണ് മോൻജി. കാരണം ലോകമെമ്പാടുമുള്ള നിരവധി രാഷ്ട്ര തലവന്മാരടക്കമുള്ള വ്യവസായ പ്രമുഖരായിട്ടുള്ള വാൾമാർട്ടിന്റെ CEO അടക്കമുള്ള അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിട്ട് ഫ്രണ്ട്ഷിപ്പുള്ള ആളാണ് മോൻജി എന്ന് പറയുന്നത്. മന്ത്രിമാർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള. അപ്പോൾ ഇത് എങ്ങനെയാണ് നിലനിർത്തുന്നത് എന്ന് ചോദിച്ചാൽ, എൻ്റെ അടുത്തൊരാൾ വരുമ്പോൾ അയാൾ എന്നോട് ആവശ്യപ്പെട്ടില്ലെങ്കിലും അയാൾക്കൊരു വിഷമമുണ്ട്, ഇയാൾ എങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തെയാണ് നേരിടുന്നത്, അല്ലെങ്കിൽ ഇയാൾക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, ഒരു നീഡ് ഇയാൾക്കുണ്ട്, അല്ലെങ്കിൽ ഒരു വാണ്ട് ഇയാൾക്കുണ്ട് എന്ന് എനിക്ക് മനസ്സിലായാൽ അയാൾ എന്നോട് ആവശ്യപ്പെടുകയൊന്നും വേണ്ട, അല്ലാതെ തന്നെ ഞാനൊരു ഇനിഷ്യേറ്റീവ് എടുക്കും. ഞാൻ ഉടനെ തന്നെ ആ
പ്രശ്നത്തെ പരിഹരിക്കാനുള്ള ഒരു 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 ഇനിഷ്യേറ്റീവ് എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അങ്ങനെ ഞാൻ എടുക്കുന്ന ആ മുൻകൈ എടുക്കുന്നത് കൊണ്ട് തന്നെ ആ ആളുമായിട്ട് ഞാൻ ചിലപ്പോൾ ഒരു നല്ല അടുപ്പവും ഉണ്ടാവും. അയാൾ അത് എനിക്ക് എന്തെങ്കിലും തന്നിട്ടല്ല, എനിക്കതിൽ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഇയാൾക്കിത് ചെയ്തു കൊടുത്താൽ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം കിട്ടുമായിരിക്കും എന്ന് ഞാൻ ആലോചിക്കാറേ ഇല്ല. പക്ഷെ അയാളത് ആലോചിക്കും, എന്തുകൊണ്ട് അയാൾ എനിക്കത് ചെയ്തു തന്നു. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നൊരു 35 വർഷം മുമ്പ്, 30 വർഷം മുമ്പ് ഞാൻ സിനിമയിൽ എൻട്രി ആയ സമയത്താണ്. കോഴിക്കോട്ട് നിന്നും ഞാൻ തിരുവനന്തപുരത്തേക്ക് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാറിൽ പോവുകയാണ്. കോഴിക്കോട് നഗരത്തിലുള്ള ഒരു ടോൾ ഗേറ്റ് ഉണ്ട്. അന്നത്തെ ഇപ്പൊ ഒന്നും അങ്ങനെ ടോൾ ഗേറ്റ് ഇല്ല, ചെറിയൊരു ടോൾ ഗേറ്റ്. ആ ടോൾ ഗേറ്റിൽ ഞങ്ങൾ നിർത്തിയിട്ട് വണ്ടിയുടെ പൈസ കൊടുക്കുമ്പോൾ, അന്ന് 15 രൂപ 20 രൂപ ഉള്ളൂ. ആ പൈസ കൊടുക്കുമ്പോൾ ചില്ലറയില്ല. അപ്പൊ ചില്ലറ 50 രൂപയാണ് കൊടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു, പുറകിലുള്ള വണ്ടിയുടെ പൈസ കൂടി എടുത്തോളാൻ പറഞ്ഞു. പുറകിലുള്ള വണ്ടി ഏത് വണ്ടിയാണെന്ന് പോലും ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ തൊട്ട് പുറകിലുള്ള വണ്ടിയാണ്. അപ്പോൾ ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങളുടെ വണ്ടിയേക്കാളും കുറച്ചുകൂടെ വില കൂടിയ മറ്റൊരു വണ്ടിയാണ്. അപ്പോൾ അതിൽ കൊള്ളാവുന്ന ആരെങ്കിലും ആയിരിക്കും ഞങ്ങൾക്കറിയാം. ഞങ്ങളെ വണ്ടി പുറപ്പെട്ടിട്ട് മറ്റേ വണ്ടി പിന്നെ ഞങ്ങളെ ചേസ് ചെയ്യുകയാണ്. ഇയാൾ ആരാണെന്ന് അറിയാൻ വേണ്ടി, അജ്ഞാതനായ എനിക്ക് വേണ്ടിയിട്ട് പൈസ തന്നത് ആരാണ്, ഇതാരാണെന്ന് അറിയാം. എനിക്ക് പരിചയമുള്ള ആളാണോ, അതല്ലെങ്കിൽ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത്, മറ്റെന്തെങ്കിലും ആണോ ഒന്നും അറിയില്ല. അങ്ങനെ കുന്നംകുളത്തെത്തി അവിടെ ഉജാല രാമേന്ദ്രേട്ടൻ്റെ പിന്നെ ബന്ധുവായിട്ടുള്ള ദിലീപിന്റെ ഒരു ഷോപ്പുണ്ട്. പണ്ട് ഓർമ്മയുണ്ട്, ഒരു കൊക്കിന്റെ ഒരു ശില്പമൊക്കെ ഉള്ള ഒരു പഴയ റെസ്റ്റോറൻറ്റ്. പിന്നെ കുന്നംകുളം ടൗൺ കഴിഞ്ഞ ഉടനെ തന്നെ കണിപ്പേര് എത്തുന്നതിന് തൊട്ട് മുമ്പ് അവിടെ ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ എത്തുമ്പോഴത്തേക്ക് ഈ വണ്ടി വന്ന് ചാവട്ടി നിർത്തുകയാണ്. ചാടി ഇറങ്ങിയിട്ട് ആരാണ് ഈ വണ്ടിയിൽ വന്നതെന്ന് ചോദിച്ചിട്ട് വരുമ്പോൾ ഒരാൾ ഒരു മുണ്ടൊക്കെ കൊടുത്തിട്ട് നല്ല യോഗ്യനായിട്ടുള്ള ആൾ. അപ്പോൾ തിരുവനന്തപുരത്തുള്ള വലിയ ഒരു അബ്കാരി കോൺട്രാക്ടറാണ്, ഇപ്പോഴും വലിയൊരാളാണ്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് അന്വേഷിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം വന്ന് പരിചയപ്പെട്ടു. അപ്പോൾ നിങ്ങൾ എൻ്റെ പൈസ കൊടുത്തത് എന്താണ്? ഞാൻ പറഞ്ഞല്ല, പൈസ ഞങ്ങൾക്ക് ചില്ലറ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ പുറകിലത് ഇതങ്ങ് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഒന്നുണ്ട്, ഓ അത് ശരി, ഇരുന്ന് വർത്താനം പറഞ്ഞു. ദീർഘകാലം ഞാൻ അയാളോട്ട് ബന്ധമുണ്ടായിരുന്നു. ഇപ്പൊ കുറെ കാലമായി ബന്ധപ്പെട്ടിട്ട്, ഇപ്പോഴും വലിയ ആൾ തന്നെയാണ്. ഞാൻ പറയുന്നത്, ഇത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം, ഇത് നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യുക. ഇങ്ങനെ നമ്മൾ മറ്റുള്ള ഒരാളുടെ കാര്യത്തിൽ താല്പര്യപൂർവ്വം ചെയ്യുമ്പം, അവരെ സഹായിക്കണമെന്ന് നോക്കുമ്പം, സതീഷിനും ഷാജിക്കും നന്നായിട്ട് അറിയാലോ എൻ്റെ അടുത്ത് വരുന്ന ഏതെല്ലാം തരത്തിലുള്ള ആളുകൾ അങ്ങനെ വരുന്നുണ്ട്. സന്നദ്ധത തന്നെയാണ് അതിനുള്ള സന്നദ്ധത, മാനസികാവസ്ഥ. മറ്റൊരു കാര്യം, എങ്ങനെയാണ് ഇങ്ങനെ വൈഡായിട്ടുള്ള ഈ വിപുലമായിട്ടുള്ള ഈ കാര്യം സൂക്ഷിക്കുന്നതെന്നാണ്. നമുക്കിഷ്ടമുള്ള ഒരു ഏരിയയിൽ മാത്രമല്ലേ, സിനിമയാണെങ്കിൽ സിനിമാക്കാരെ മാത്രമല്ലേ എന്നല്ലേ ഉദ്ദേശിച്ചത്. അപ്പം അത് പിന്നെ കോൺക്രീറ്റ് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ടാവും, അതല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ ഉണ്ടാവും, ഗുണ്ടകളുണ്ടാവും, പോലീസ് ഓഫീസർമാരുണ്ടാവും, പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും, വ്യവസായ പ്രമുഖരുണ്ടാവും, പ്രൊഫഷണൽസ് ഉണ്ടാവും, എല്ലാ മേഖലകളിലുമുള്ള ആളുകളുണ്ടാവും. അമേരിക്കൻ പ്രസിഡന്റിനെ കാണണമെന്ന് പറഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ യെസ്, കാണാനുള്ള വഴി ഉണ്ടാക്കാം എന്ന് പറയുന്നത് എന്നെക്കുറിച്ച് ചില ആളുകൾ പറയും. എന്താ കാര്യം വെച്ചാൽ, നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ 6 ഡിഗ്രി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. 6 പേര് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ആളെടുത്ത് നമ്മൾ എത്തുന്നതാണ്. നമുക്കൊരു വീഡിയോ തന്നെ സംസാരിക്കേണ്ട ഒരു വിഷയമാണ് 6 ഡിഗ്രി കോൺസെപ്റ്റ് എന്നാണ്. നമുക്ക് കാണേണ്ട ഒരാളെ 6ാമത്തെ ആൾ അയാളായിരിക്കും. അങ്ങനെയാണ് അത് പറയുന്നത്, ആ ഒരു തിയറി പറയുന്നത്. അപ്പം നമുക്ക് അങ്ങനെ എത്താൻ പറ്റും. നമുക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ നെറ്റ്വർക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരാളെ പരിചയപ്പെടുമ്പം ഉടനെ തന്നെ ഞാൻ നോട്ട് ചെയ്യും, നമ്പർ അല്ലെങ്കിൽ ഓർമ്മയിൽ ഞാൻ വെക്കും. ഓ, ഇയാൾ ഇന്നയാള്, എയർലൈൻ ഇൻഡസ്ട്രിയിൽ ഇന്ന സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്ന ഒരാൾ. ഇപ്പം കഴിഞ്ഞ ദിവസം IBSന്റെ VK മാത്യു സാറിൻ്റെ കാര്യം എപ്പോഴോ ഞാനിങ്ങനെ പണ്ട് പലതവണ പരിചയപ്പെട്ടില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ എയർലൈൻ ആളാണ്. ഇന്ന് ഷാജി വെച്ചല്ലേ VK മാത്യു സാറിനാലും. എൻ്റെ ഒരു സുഹൃത്ത് എയർലൈൻ ഇൻഡസ്ട്രിയിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരാളുണ്ട് VK മാത്യു സാറ്. അപ്പോൾ അദ്ദേഹത്തിന് അത് പുതിയ ഇൻഫർമേഷനാണ്. അതേ എയർലൈൻ ഇൻഡസ്ട്രിയിൽ ദുബായ് ബേസ് ചെയ്തിട്ടുള്ള വലിയ കമ്പനിയാണ്, സോഫ്റ്റ്വെയർ ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തെ സാറിന് VK മാത്യു സാറിനെ കേട്ടിട്ടുണ്ട്, ഒന്ന് കാണാൻ പറ്റുമോ? കാണണം. ഞാൻ പറഞ്ഞു, തിരുവനന്തപുരത്ത് പോയി നമുക്ക് അപ്പോയിൻമെന്റ് എടുത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ വെച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ, ഏത് മനുഷ്യന് എപ്പോൾ വേണമെങ്കിലും ഇത്തരത്തിലുള്ള ആവശ്യം വരാം. ഇതുപോലെ നമ്മളെക്കുറിച്ചും ഇതേപോലെ തന്നെ ചില ആളുകൾ ചിന്തിക്കുന്നുണ്ട്. ഇയാൾക്ക് വേണ്ടി ഇന്ന കാര്യം ചെയ്തു കൊടുക്കണം, ഇയാളെ ഇങ്ങനെ സഹായിക്കണം, ഇയാളിത് ചെയ്യണം. വെസ്റ്റേൺ ഇൻഡസ്ട്രി ഇല്ലാതെ നിങ്ങൾ നിന്നാൽ മതി. അപ്പോഴാണ് ആൾക്കാർ പറയുക, ഓ ഭാഗ്യം വന്ന വഴിയേ. അപ്പോൾ ബന്ധങ്ങൾ, നിങ്ങളുടെ നെറ്റ്വർക്ക് നിങ്ങൾക്ക് നെറ്റ്വർത്തായിട്ട് വരും, നിങ്ങളുടെ സമ്പത്തായിട്ട് വരും എന്നുള്ളതാണ്. പിന്നെ ഞാൻ അതിനെ ഭംഗിയായിട്ട് തേച്ച് മിനുക്കിയാണ് കൊണ്ടുപോകുന്നത് ഓരോ ദിവസവും. അപ്പോൾ ഭാഗ്യം ലഭിക്കണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ദൃശ്യനാകണം എന്ന് പറയും.
മറ്റുള്ളവർക്ക് കാണണം നിങ്ങളെ. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെയൊക്കെ കാലത്ത് നമ്മളെപ്പോഴും അവിടെ കാണപ്പെടുന്ന ഒരാളായിരിക്കണം. ഷാജി എപ്പോഴും പറയില്ലേ, നമ്മളെപ്പോഴും കാണപ്പെടണം. നമ്മൾ പ്രോജക്റ്റിലൂടെയും പ്രോഗ്രാമിലൂടെയും ആണെങ്കിലും എപ്പോഴും കാണാൻ ഉണ്ടാവണം, വിസിബിൾ ആയിരിക്കണം. മുറിയിൽ അടച്ചിരിക്കുന്നവനേക്കാൾ കൂടുതൽ ഭാഗ്യം ലഭിക്കുന്നത് 4 പേരോട് സംസാരിക്കാൻ തയ്യാറുള്ള ഒരാൾക്കാണ്. എപ്പോഴും നമുക്കറിയാതെ കൊടുക്കൽ എന്ന ഭാഗ്യനിക്ഷേപത്തെക്കുറിച്ചാണ്. ദ ഗീവേഴ്സ് ഗെയിൻ. ഭാഗ്യനിക്ഷേപം കൊടുക്കുന്ന ആളുകളുടെ ഭാഗ്യം എന്നത് ഒരു ബാങ്ക് അക്കൗണ്ട് പോലെയാണ്. നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കണമെങ്കിൽ ആദ്യം മറ്റുള്ളവർക്ക് ഭാഗ്യമായി നിങ്ങൾ മാറണം. ഒരു ഭാഗ്യശാലിയായിട്ട്. ഇപ്പം എൻ്റെ നാട്ടുമുറകളിലൊക്കെ എന്നെ 1-ാം തീയതി രാവിലെ വീട്ടിൽ വിളിച്ചു കയറ്റും. പാടാ വാ റോബിനെ വാ എനിക്ക് ചായ കുടിച്ചിട്ട് പോകുന്ന പറഞ്ഞ് വിളിച്ചു കയറ്റും. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്തിനാ എന്നെ ഇങ്ങനെ വിളിച്ചു കയറ്റുന്നത്? പിന്നെ എനിക്ക് മനസ്സിലായത്രേ, ഞാൻ അവിടെ ചെല്ലുന്നത് അവർക്ക് ഭാഗ്യമായിട്ടാണ് കാണുന്നത്, 1-ാം തീയതി ചെല്ലുന്നത്. അപ്പോൾ എനിക്കറിഞ്ഞൂടാ ഞാൻ ചെല്ലുന്നതുകൊണ്ട് ഭാഗ്യം ഉണ്ടാവുന്നത്. ഓരോരുത്തരുടെ വിശ്വാസമാണ്. അപ്പോൾ എങ്ങനെയായാലും നമ്മളെ കാണുന്നത്, നമ്മളൊരു മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ ഒരു സന്തോഷത്തിന്റെ അലകൾ അവിടെ ഉണ്ടാവണം എന്നാണ്. അതൊരു ഭാഗ്യമായിട്ട് ഇയാളിപ്പോൾ കിട്ടിയതൊരു ഭാഗ്യമാണ് എന്ന് നമ്മളെ അങ്ങനെ തോന്നണം. ബാങ്കിൽ നിന്ന് നമ്മൾ പണം പിൻവലിക്കണം. എന്താ വേണ്ടത്? ആദ്യം അവിടേക്ക് നമ്മൾ നിക്ഷേപിക്കണമല്ലോ, അല്ലേ? അവിടേക്ക് നിക്ഷേപിക്കാതെ ഒരിക്കലും പോയിട്ട് ATM ഇങ്ങനെ കുത്തി നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒന്നും ഒരിക്കലുമില്ല. അപ്പൊ ആദ്യം എന്തിൽ നിന്നായാലും നമ്മൾ അവിടെ നിക്ഷേപിക്കണം. സുഹൃത്തുക്കളിൽ നിക്ഷേപിക്കണം, നോളജിൽ നിക്ഷേപിക്കണം, എല്ലാറ്റിലും നമ്മൾ നിക്ഷേപിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ എന്നാണ്. ഭാഗ്യശാലികൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു അക്കൗണ്ട് പോലെയാണ് ജീവിതത്തെ കാണുന്നത് എന്നാണ്. സഹായങ്ങൾ ചെയ്യുന്നവർക്ക്, അറിവ് പങ്കുവെക്കുന്നവർക്ക് സ്വാഭാവികമായും ഒരു ഗുഡ് വിൽ ഉണ്ടാവും. ഇപ്പം നിങ്ങളിങ്ങനെ പറയുന്നത് ഒരു ഗുഡ് വിൽ എനിക്ക് ഉണ്ടായതുകൊണ്ടാണല്ലോ നിങ്ങളങ്ങനെ പറയുന്നത്. സഹായങ്ങൾ ചെയ്യുന്നവർക്കും അറിവ് പങ്കുവെക്കുന്നവർക്കുമാണ് ഈ ഗുഡ് വിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. ഈ സാമൂഹിക നിക്ഷേപമാണ്, സോഷ്യൽ അസറ്റ്സ് ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഭാഗ്യമായി തിരികെ ലഭിക്കുന്നത്. ഇതാണ് നിങ്ങൾക്ക് ഭാഗ്യമായിട്ട് ഈ അസറ്റ് തിരികെ ലഭിക്കുന്നത്. ആധുനിക കാലത്ത് ഇതിനെ റെസിപ്രോസിറ്റി എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ നമ്മളതിനെ റെസിപ്രോസിറ്റി എന്ന് വിളിക്കുന്നു. ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഭാഗ്യത്തിന്റെ കറൻസി എന്ന് പറയും. എന്ത്? ബന്ധങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, വിശ്വാസം എന്നത് ഭാഗ്യത്തിന്റെ കറൻസിയാണെന്ന് പറയും. ബന്ധങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ. വെറുതെ ഒരു ബന്ധം ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല. ഒരുപാട് ബന്ധങ്ങളൊക്കെ ഉണ്ട്. അത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കണം. നമുക്ക് 5000 ഫ്രണ്ട്സ് ഉണ്ട് ഫേസ്ബുക്കിൽ, അതെല്ലാം സീൽ ചെയ്ത് വെച്ചിരിക്കുക. അതുകൊണ്ട് കാര്യമില്ല. ഒരിക്കൽ പോലും നമ്മൾ ആ കിട്ടിയതിന് ശേഷം ഒരിക്കൽ പോലും ഒരു ജീവിതകാലത്ത് പോലും നമ്മളൊരു മെസ്സേജ് പോലും അയക്കാത്ത അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അപ്പോൾ അതിന് കറൻസിയാക്കി മാറ്റണം. അത് വിശ്വാസത്തിലും അധിഷ്ഠിതമായിരിക്കണം. ഭാഗ്യമുള്ളവർ എന്ന് വിളിക്കപ്പെടുന്നവർ പലപ്പോഴും ആളുകൾക്ക് ഏറ്റവും വിശ്വാസമുള്ളവരായിരിക്കും. വിശ്വാസ്യതയുള്ള ഒരാൾക്ക് അവസരങ്ങൾ ലഭിക്കാൻ ഭാഗ്യം കാത്തു നിൽക്കേണ്ടി വരില്ല. അവസരങ്ങൾ അയാളെ തേടി വരികയും ചെയ്യും. വിശ്വസ്തതയുണ്ട്. ആശയവിനിമയ പാഠവം എങ്ങനെയാണ് ഭാഗ്യത്തെ ആകർഷിക്കുന്നത് നോക്കാം. എംപതി, സമാനുഭാവം. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി സംസാരിക്കുന്നവർക്ക് കൂടുതൽ നല്ല സുഹൃത്തുക്കളെ ലഭിക്കും. നെറ്റ്വർക്ക് കൂടുന്നുണ്ടോ? എംപതി ഉള്ളവർക്ക് നെറ്റ്വർക്കും കൂടും. ലിസണിങ്, നന്നായി മറ്റുള്ളവരെ കേൾക്കുന്നവർക്ക്, നല്ല കേൾവിക്കാരനാവുന്നവർക്ക് ഭാഗ്യത്തിലേക്കുള്ള ഒരു എളുപ്പ വഴിയായിട്ട് അത് മാറും. മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് മറ്റാരും ശ്രദ്ധിക്കാത്ത അവസരങ്ങളുടെ രഹസ്യങ്ങളാണ്. നിങ്ങൾക്ക് ചില രഹസ്യങ്ങൾ കിട്ടും. കാരണം നിങ്ങൾ നന്നായി കേൾക്കുകയാണ്. ആ കേൾക്കുന്നതിന് ഇടയിൽ കൂടെ നിങ്ങൾ വായിച്ച് പിന്നെ റോജർ ശ്രദ്ധിച്ചു, അയാളെ പറഞ്ഞ കാര്യത്തിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു കാര്യം കണ്ടോ, അവിടെ ഒരു സാധനമുണ്ട് എന്ന് സതീഷ് പലപ്പോഴും പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതെന്താണ് കാര്യം? ആ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ഭാഗ്യശാലി ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ സെർച്ച് ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ്. അപ്പം അത്തരത്തിലുള്ള അവസരങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങൾക്ക് ചോർന്നു കിട്ടുന്നു എന്നുള്ളതാണ്. നല്ല ബന്ധങ്ങൾ വളർത്താനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മറ്റുള്ളവർക്ക് നിങ്ങളെ കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാകും എന്ന് ചിന്തിക്കുക. എന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്താണ് പ്രയോജനം ഉണ്ടാവുക? അതാണ് ചിന്ത ഉണ്ടാവേണ്ടത്. സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രം വെച്ച് ബന്ധങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. വെസ്റ്റേൺ ഇൻട്രസ്റ്റോട് കൂടി ഒരാളെ പോയിട്ട് ഒരാളെയും പരിചയപ്പെടാതിരിക്കുക. കാരണം മറ്റുള്ളവർക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ താല്പര്യം മനസ്സിലാവും. പിന്നെ അത് ഇഷ്ടക്കേടിന് കാരണമാവും, അകന്നു പോവുകയും ചെയ്യും. വെറുതെ ഒരു അസ്വസ്ഥത ഉണ്ടാവും. ആളുകൾക്ക് അത് വേഗത്തിൽ തിരിച്ചറിയാൻ പറ്റും. ഇപ്പം ഈ കാലത്ത് പ്രത്യേകിച്ച് നന്ദി പ്രകാശിപ്പിക്കുക, നന്ദിയുള്ളവരാവുക. ചെറിയ സഹായങ്ങൾ പോലും നന്ദിയോടെ ഓർക്കുന്നത് ഭാഗ്യം വീണ്ടും വീണ്ടും സഹായമായി വന്നെത്താൻ സഹായിക്കും. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ സാരം ഇതാണ്. നിങ്ങളുടെ ഭാഗ്യം നിങ്ങളുടെ ഫോണിലെ കോണ്ടാക്റ്റുകളിലും ഫേസ്ബുക്കുകളിലെ അക്കൗണ്ടിലെ ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റിലും നിങ്ങൾ പോകുന്ന സദസ്സിലും ഒക്കെ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നതാണ് സത്യം. കാരണം മനുഷ്യരെ സ്നേഹിക്കുന്നവർക്കും
ആദരിക്കുന്നവർക്കും ഭാഗ്യം ഒരു സന്തത സഹചാരിയായിരിക്കും. മനുഷ്യനെ സ്നേഹിക്കുന്നവർക്ക്, മനുഷ്യനോട് തോൾ ചേർന്ന് നിൽക്കുന്നവർക്ക്, എനിക്കെന്ത് സഹായം ഇയാൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും എന്ന് ആലോചിക്കുന്നവരെ ആദരിക്കുന്നവർക്കും ഭാഗ്യം എപ്പോഴും അയാളുടെ ഒരു സഹയാത്രികനായിരിക്കും. അയാളെ കൂടെ തന്നെ ഉണ്ട്. നമ്മൾ കണ്ടെത്തണം. അങ്ങനത്തെ ആളുകൾ കണ്ടെത്തി അവർക്ക് സന്തോഷത്തോടെയും സ്നേഹനിർഭരവുമായിട്ട്, പ്രതീക്ഷാ നിർഭരമായിട്ട്, വെസ്റ്റേൺ ഇൻട്രസ്റ്റ്, സ്ഥാപിത താല്പര്യങ്ങളില്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വേണ്ടി എന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന ആ ഒരു സംഗതി ഉണ്ടല്ലോ, അപ്പം മുതൽ അവർ നമ്മുടെ കൂടെ ഇങ്ങ് കൂടും. നമ്മുടെ ഭാഗ്യമായിട്ട് നമ്മൾ രാവിലെ ഇറങ്ങുമ്പോൾ ഒരാൾ നമ്മളെ നോക്കി ഇരിക്കുന്നുണ്ട്, ഉണ്ട്, എവിടെ ഉണ്ട്, അതിനെ അഡ്രസ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഇതാണ് എക്സാക്റ്റ് ആ സാധനം. നമ്മളിനി സത്യസന്ധതയും നന്മയും ഭാഗ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സത്യസന്ധതയും നന്മയുടെയും റോളിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം. പലരും ഭാഗ്യത്തിനായി കുറുക്കു വഴികൾ തേടും, ചതിക്കുഴികളും തേടുമ്പോൾ ഒരു വലിയ മുന്നറിയിപ്പ് അവർക്ക് നൽകുകയാണ്. അധർമ്മത്തിലൂടെ നേടുന്ന ഭാഗ്യം മണലിൽ പണിത കൊട്ടാരം പോലെയാണ്. അത് തകർന്നു പോകും. സുസ്ഥിരമായ വിജയം നേടാൻ സ്വഭാവശുദ്ധി അനിവാര്യവുമാണ്. ഇപ്പം ദുഷ്ടനെ പന പോലെ ദൈവം വളർത്തും എന്നൊരു പ്രയോഗമുണ്ട് ബൈബിളിൽ. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ മുമ്പ് ആ ഉദാഹരണം ഞാൻ പലപ്പോഴും ഷാജിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ദുഷ്ടനെ പന പോലെ ദൈവം വളർത്തുമെന്ന് ഇതേപോലെയാണ് ഈ കുറുക്ക് വഴികളും ചതിക്കുഴികളും തേടുമ്പോൾ അതിന് പറ്റിയ ഉദാഹരണമാണ്. ആളുകൾ എപ്പോഴും പറയുന്നത് വെച്ചാൽ ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തിയിരിക്കല്ലേ, അവനൊന്നും സംഭവിക്കില്ലല്ലോ എന്നാണ്. പനയുടെ അവസാനം എന്നത് ഒരാളും അറിയാതെയാണ്. പന വളർന്നിങ്ങനെ വലുതായി നിൽക്കും. എന്നിട്ട് അതിൻ്റെ അടിയിലെ വേരുകളൊക്കെ ദ്രവിച്ചു പോയിട്ടുണ്ടാവും. പനയ്ക്ക് പ്രായമായി, പക്ഷെ അന്നുകൂടി പനയുടെ മുകളിൽ ചിലപ്പോൾ അത് കള്ളി എത്തുന്ന പനയാണെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ ഒരു മനുഷ്യൻ ചെത്തുകാരൻ കയറി അവിടെ ചെത്തിയാലും മണ്ടയ്ക്ക് കയറി ഒക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങിയിട്ടുണ്ടാവും. പക്ഷെ ഒരു പകൽ, നിശബ്ദമായൊരു പകൽ, നല്ല തെളിഞ്ഞ ഒരു പകലില് പൊടുന്നനെ ഈ വേരിൻ്റെ എല്ലാ പിടുത്തവും വിട്ടിട്ട് ആർത്തലച്ചൊരു പോക്കുണ്ട് പന. ഈ പന വീഴുന്ന ഒരാളും അറിയില്ല, ഒരു ചെറിയ ഇളങ്കാറ്റ് പോലും ഉണ്ടാവില്ല. അത് പക്ഷെ വന്ന് വീഴുന്നത് തകർന്ന് പോകുന്ന സകല ചെറിയ വൃക്ഷങ്ങളെ തകർത്തുകൊണ്ടായിരിക്കും. കൊച്ചു 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 വൃക്ഷങ്ങളെയൊക്കെ പന തകർത്ത് കളയും. ഇത് ആർത്തലച്ച് താഴെ വീഴുന്ന പനയുടെ സ്ഥിതി എന്താണെന്ന് അറിയാമോ? ഒരു ചെറിയ തണ്ട് പോലും, ഒരു പലകയുടെ ഒരു കഷ്ണം പോലും പെറുക്കിയെടുക്കാൻ പറ്റാത്ത വിധം ചെതറിപ്പോവും പനന്തണ്ട്. ഇതാണ് ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തും എന്ന് പറയുന്നത്. അവന്റെ വീഴ്ച വലിയ ദുരന്തമായിരിക്കുമെന്നാണ്. അപ്പൊ അധാർമികമായ കുറുക്ക് വഴികളിലൊക്കെ നേടുന്ന അത് നിൽക്കില്ല. അധർമ്മത്തിലൂടെ നേടുന്ന ഭാഗ്യം മണലിൽ പണിത കൊട്ടാരം പോലെയാണ്, അല്ലെങ്കിൽ വീണു പോയ പന പോലെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ബുദ്ധകഥയെ ആസ്പദമാക്കിയ ഒരു മാനേജ്മെന്റ് കഥയുണ്ട്. അതിന് ഇൻസ്പിറേഷനുമായത് ബുദ്ധന്റെ കഥയാണ്. ധനത്തിന്റെ ധർമ്മത്തെക്കുറിച്ചാണ് ആ കഥ. അപ്പൊ ധർമ്മത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കാര്യം പറയാൻ ആലോചിക്കുന്നത്. ധനത്തിന്റെ ധർമ്മം എന്താണ്? ധനത്തിന്റെ ധർമ്മം ദാനധർമ്മം എന്നാണ് പറയുക. ദാനധർമ്മം എന്ന് കേട്ടിട്ടില്ലേ? ദാനധർമ്മം. ദാനത്തിനൊരു ധർമ്മമുണ്ട്, ചാരിറ്റിക്ക് ഒരു ധർമ്മമുണ്ട്. അപ്പൊ ധനത്തിനൊരു ധർമ്മമുണ്ട്. ഈ മാനേജ്മെന്റ് കഥ എന്ന് വെച്ചാൽ നല്ല ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൽ വളരെ കാര്യമായിട്ട് അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിരുന്നു. പക്ഷെ കാലാവസ്ഥ മാറി, വലിയ കൊടിയ വരൾച്ച വന്നിട്ട് അവിടെ എല്ലാം കരിഞ്ഞ് ഉണങ്ങിക്കിടക്കുക, ഒറ്റ മനുഷ്യൻ വരുന്നില്ല. പക്ഷെ സത്യസന്ധരായ മനുഷ്യരായിരുന്നു, ദാനധർമ്മികളായ മനുഷ്യരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടേക്ക് വഴിതെറ്റി അറിയാതെ ലാസ്റ്റ് ബസ്സിൽ അതിന് തൊട്ടുമുമ്പുള്ള ബസ്സിൽ അവിടെ വൈകുന്നേരം ഒരു ഫോറിനർ വരികയാണ്. അയാളൊരു ഹോട്ടലിലേക്ക് വന്നിട്ട് എനിക്കൊരു മുറി വേണമെന്ന് പറഞ്ഞപ്പോൾ 500 രൂപയാണ് മുറിക്ക് വാടകയൊക്കെ കുറച്ചിരിക്കുക. ആ 500 രൂപ എടുത്ത് മുറിയിൽ വാടകയ്ക്ക് അയാൾ പോയി. ഈ പൈസ വാങ്ങിച്ച് പെട്ടിയിലേക്ക് ഇടുന്നതിന് മുമ്പ് ഈ ഹോട്ടൽ ഉടമസ്ഥൻ എന്ത് ചിന്തിച്ചു എന്നറിയാമോ? ഇവരെല്ലാം വിശ്വസ്തരും നല്ലവരുമാണ്. എനിക്കിവിടെ അടുക്കളയിലേക്ക് പച്ചക്കറികൾ സപ്ലൈ ചെയ്യുന്ന ഒരു തൊട്ടടുത്തുള്ളൊരു കടക്കാരനുണ്ട്. അയാൾക്ക് വലിയ കച്ചവടമൊന്നുമില്ല. ഇപ്പം ഇയാൾക്ക് കൊടുക്കാനുള്ള കുറേ അധികം കാശ് കൊടുക്കാനുണ്ട്. ഈ 500 രൂപയെങ്കിൽ 500 രൂപ നേരെ കൊണ്ട് ഇതാ കേട്ടോ എന്ന് പറഞ്ഞ് കൊടുത്തു. ഇയാൾ എന്ത് വിചാരിച്ചു? ഇയാൾ പോന്നു. ഈ പച്ചക്കറി കടക്കാരൻ എന്ത് വിചാരിച്ചു? ഞാനും കുറേ പൈസ ആ വളം സപ്ലൈ ചെയ്യുന്ന ആൾക്ക് കൊടുക്കാനുണ്ടല്ലോ, അത് തൊട്ടപ്പുറത്ത് തന്നെയാണ്. അയാൾ അവിടെ കൊണ്ടുപോയിട്ട് ഈ 500 രൂപ നോക്കൂ, ഒരു 500 രൂപ കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ തന്നതാണ്, ഓക്കെ സന്തോഷം വെച്ചു. ഈ വളക്കച്ചവടക്കാരൻ ഇയാൾക്ക് ഇതേപോലെ പിന്നെ ഇത് സപ്ലൈ ചെയ്യുന്ന മറ്റൊരു കൃഷിക്കാരനുണ്ട് അപ്പുറത്ത്. ഈ കൃഷിക്കാരന് അയാൾക്ക് കുറച്ച് പണം കൊടുക്കാനുണ്ട്. ആ പണം കയ്യോടെ അയാൾ കൊണ്ടുപോയി കൊടുത്തു. അയാൾ കൊണ്ടുപോയി കൊടുത്തപ്പം ആ കൃഷിക്കാരൻ എന്ത് വിചാരിച്ചു? ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ആ ഹോട്ടലിലെ മാനേജർ അടുത്ത് നിന്നാണ് വല്ലപ്പോഴും പൈസ കടം വാങ്ങുന്നത്. അപ്പോൾ ഒരു 500 രൂപ കിട്ടിയിട്ടുണ്ട്. ഏതായാലും ഇതെങ്കിൽ ഇത്രയും 3000-4000 രൂപ കൊടുക്കാനുണ്ട്. നോക്കൂ, എനിക്കൊരു 500 രൂപ എന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു കച്ചവടം കുറേ കാലത്തിന് ശേഷം ഒരാൾ കടം കൊടുത്ത പൈസ തിരിച്ചു തന്നതാണ്. അപ്പോൾ ഇതങ്ങോട്ട് വെച്ചോളൂ. ഓ ആയിക്കോട്ടെ, സന്തോഷം.
ഈ ആളെ അറിഞ്ഞേ ഇല്ല ഈ കൊടുത്ത പൈസയാണ് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നതെന്ന്. മനസ്സിലായില്ലേ? ഒറ്റ സർക്കിളാണ് ഇത് വന്ന് ഇത് പെട്ടിയിലേക്ക് ഇടുകയും ഉടനെ തന്നെ മോളിൽ നിന്ന് ഒരു അരമണിക്കൂറിനുള്ളിൽ അത് സംഭവിച്ചത്. മോളിൽ നിന്ന് ഈ ഫോറിനർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, സോറി അവിടെ ഭയങ്കര ഡസ്റ്റാണ്, എനിക്ക് ഭയങ്കര തുമ്മലൊക്കെ ഉണ്ടാവുന്നുണ്ട്, അപ്പോൾ ഇപ്പം ലാസ്റ്റ് ബസ് വരുമെന്ന് ഞാൻ ചോദിച്ച് മനസ്സിലാക്കി, അപ്പോൾ അതുകൊണ്ട് ഞാൻ സിറ്റിയിലേക്ക് എവിടേക്കെങ്കിലും പോകാനാണ് തീരുമാനിക്കുന്നത്, എൻ്റെ മുറി ക്യാൻസൽ ചെയ്ത് കഴിയുമെങ്കിൽ എൻ്റെ പൈസ തിരിച്ചു തരാമോ? വൈ നോട്ട്? അദ്ദേഹം ഡ്രോയർ തുറന്നിട്ട് ആ 500 രൂപ അവസാനം കറങ്ങി വന്ന 500 രൂപയില്ലേ അത് എടുത്ത് കൊടുക്കുകയും അയാൾ വാങ്ങിച്ച് തിരിച്ചു പോവുകയും ചെയ്തു. ഈ 500 രൂപയുടെ കിടന്നിരുന്നെങ്കിൽ മറ്റേ ആൾക്ക് കൊടുക്കാമായിരുന്നു, ഓക്കെ. പക്ഷെ അപ്പുറത്തെ അയാളെ പിടിച്ചു വെച്ചു എന്ന് വിചാരിക്കൂ. ഏതെങ്കിലും ഒരാൾ ഈ പൈസ എൻ്റെതാണെന്ന് വിചാരിച്ച് അയാളത് വെച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇവിടെ ഈ പൈസ കൊടുക്കാനുണ്ടാവുമോ? അപ്പുറത്തെ ആളുടെ കടം വീടുമോ? ഒരേ 500 രൂപ കൊണ്ട് എത്ര പേരുടെ കടമാണ് ഇത് വീട്ടിയത്? അപ്പോൾ ധനം എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലായോ? ധനത്തിന്റെ ധർമ്മം മനസ്സിലായോ? ധനം എപ്പോഴും ഒരു പ്രോഡക്റ്റ്, ബൈ പ്രോഡക്റ്റ് മാത്രമാണ്. അതിനൊരു ജോലിയുണ്ട്. ആ ജോലി മാത്രമാണ് ധനം ചെയ്യുന്നത്. ഇന്ന് നമ്മുടേതാകും, നാളെ മറ്റൊരാളുടേതാകും. അതതിന്റെ കർമ്മം ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ദാനധർമ്മം. ഇങ്ങനെയാണ് പറയുന്നത്. അപ്പം ഈ തരത്തില് ഭാഗ്യം പലപ്പോഴും നമ്മെ തേടി വരുന്നത് മറ്റൊരാളുടെ ശുപാർശയിലോ സഹായത്തിലൂടെയോ ഒക്കെ ആവാം. ഒരു വ്യക്തി നിങ്ങളെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അയാൾ തൻ്റെ പക്കലുള്ള ഏറ്റവും മികച്ച അവസരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കും. നമ്മളൊരാൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ അയാളുടെ കയ്യിലുള്ള ഏറ്റവും മികച്ചതൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യും. അതാണ് ആ വിശ്വാസത്തിൻ്റെ ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്. ഈ വിശ്വാസം നേടിയെടുക്കുന്നത് നിങ്ങളുടെ സത്യസന്ധതയിലൂടെയാണ്. ഇതിനെയാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞർ ട്രസ്റ്റ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ട്രസ്റ്റ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ജോലിക്കാർക്ക് കൊടുക്കുന്ന ഡിവിഡൻഡ് പോലെ ട്രസ്റ്റിനുണ്ടൊരു ഡിവിഡൻഡ്. സാമ്പത്തിക ശാസ്ത്രജ്ഞർ ഇതിനെ ട്രസ്റ്റ് ഡിവിഡൻഡ് എന്ന് പറയുക. വിശ്വാസത്തിന് കൊടുക്കുന്ന പ്രതിഫലമാണ്. അതായത് വിശ്വാസമുള്ളിടത്ത് കാര്യങ്ങൾ വേഗത്തിലും കുറഞ്ഞ ചെലവിലും ഭാഗ്യം പോലെ നടക്കുന്നു. വളരെ വേഗത്തിൽ നടക്കും കാര്യങ്ങൾ. നന്മയുടെ പ്രതിനിധിയുണ്ട് അവിടെ. നമ്മൾ ലോകത്തിന് എന്ത് നൽകുന്നുവോ അത് നമ്മിലേക്ക് തിരിച്ചെത്തും. എക്കോ ആണ്. അപ്പോൾ എക്കോ എഫക്റ്റ് ആണ് കൈൻഡ്നെസ്സിന്റെ, നന്മയുടെ. അത് തിരിച്ചെത്തും. നൽകുന്തോറും അത് കൂടുതൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, അത് ലഭിച്ചുകൊണ്ടേയിരിക്കും. ചാരിറ്റിയും അതിൻ്റെ സയൻസും അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ജോൺ ഡി റോക്ക്ഫെല്ലർ, ലോകത്തിലെ ആദ്യത്തെ മില്യനെയർ, അദ്ദേഹം പല വഴികളിലൂടെ സഞ്ചരിച്ച് അധാർമികമായിട്ടുള്ള പല വഴികളിലൂടെയും കമ്പനികളെ ഏറ്റെടുത്തും കമ്പനികളെ പൊട്ടിച്ചും ഒക്കെയായിട്ട് പലതും കീഴടക്കി ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദന കമ്പനിയായിട്ട് അത് മാറി. ഇന്നും അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ പല പേരുകളുള്ള കമ്പനികൾ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളും. അതങ്ങനെ പോയിട്ട് അധാർമികമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് അന്നത്തെ അമേരിക്കൻ ഗവൺമെന്റ്, അന്നത്തെ എമേഴ്സൺ അങ്ങനെ ആരോട് തോന്നി, ഞാൻ പേര് കറക്റ്റ് ഓർക്കുന്നില്ല, ആ ഗവൺമെന്റ് ഇയാൾക്കെതിരായിട്ട് ആർജവത്തോടെ അദ്ദേഹത്തിനെതിരായി കേസ് കൊടുത്തു. അപ്പം ഭരണകൂടത്തിന് വരെ പിടിച്ചു നിൽക്കാൻ പറ്റാറില്ല അദ്ദേഹത്തിന് മുന്നിൽ. എല്ലാത്തിനും അദ്ദേഹം വിലക്ക് വാങ്ങിക്കളയും. പക്ഷെ ആ കേസിൽ അദ്ദേഹം തോറ്റു. ആ കേസിൽ വിചാരണ നേരിടുമ്പോൾ ഇദ്ദേഹം ചെയ്ത അധാർമികതയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പ്രായമായ ജോൺ ഡി റോക്ക്ഫെല്ലർ കോടതിയിൽ ഒന്ന് നിശബ്ദനായി സൈലന്റ് ആയിട്ട് ഇങ്ങനെ കേട്ടിരിക്കുക മാത്രമാണ്. എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്കൊന്നും ഓർമ്മയില്ലെന്ന് മാത്രം. തീരുമാനമായി അദ്ദേഹത്തിന്റെ കമ്പനികളെ 5 തിരിക്കാൻ തീരുമാനിച്ചു. പക്ഷെ എല്ലാ കമ്പനികളുടെ 20% ഓഹരി അദ്ദേഹത്തിനുണ്ട്. ഈ കമ്പനികളെല്ലാം ഓഹരി വില കുതിച്ചുയർന്നു. സംഭവിച്ചെന്താണെന്നറിയോ? ഈ 20% ഓഹരി എന്ന് പറയുന്നത് അതുവരെയും ജോൺ ഡി റോക്ക്ഫെല്ലറുടെ മൊത്തം സമ്പത്തിനേക്കാളും കൂടുതലായി, പലതിനേക്കാളും വലിയ പണക്കാരനായി. അവിടെ വെച്ച് അദ്ദേഹം ഒരു കാര്യം തീരുമാനിക്കുകയാണ്. അദ്ദേഹം ചാരിറ്റിയിലേക്ക് കടന്നു. ഇദ്ദേഹം അന്ന് തുടങ്ങിയ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനാണ് ലോകത്തിന്ന് കാണുന്ന പല മരുന്നുകളും കണ്ടുപിടിച്ചത്. യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കിയ അദ്ദേഹം, വിശ്വപ്രസിദ്ധമായ പല യൂണിവേഴ്സിറ്റികളും. ഇപ്പോഴും ലോകത്തെ ഏറ്റവും കൂടുതൽ ചാരിറ്റി നൽകിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ പിന്തുടർച്ചക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ചാരിറ്റിയുടെ ധർമ്മം, അദ്ദേഹം ആ ധർമ്മം അല്ലാതെ വഴിയിലൂടെ സഞ്ചരിച്ചിട്ട് അത് തിരിച്ചറിഞ്ഞിട്ട് എനിക്കിനി അദ്ദേഹത്തിന് ആ ഇരട്ടി സമ്പത്ത് പിന്നെ തിരിച്ചു കിട്ടിയപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് തുറന്നു, അദ്ദേഹത്തിന്റെ ബോധം ഉണർന്നു. നീ അങ്ങനെയല്ല പോകേണ്ടത്, എനിക്ക് തിരിച്ചു കൊടുക്കണം എന്ന ചിന്തയിൽ നിന്നാണ്. അപ്പം മറ്റുള്ളവരോട് നന്മ ചെയ്യുന്നവർ, അവരെ ആദരിക്കുന്നവർ എന്നിവർക്ക് ചുറ്റും ഒരു പോസിറ്റീവ് വലയം രൂപപ്പെടും. അതാണ് ആ ഒരു പോസിറ്റീവ് വലയം നമുക്കിങ്ങനെ കാണാൻ പറ്റും. നിങ്ങൾ ഒരാളെ സഹായിക്കുമ്പോൾ അത് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ അക്കൗണ്ടിൽ നിക്ഷേപിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഒരാളുടെ സഹായം കൊടുക്കുന്നത് ഒരു നിക്ഷേപമായിട്ട് വരികയാണ്. എന്തെങ്കിലും ഒരിക്കൽ അത് അപ്രതീക്ഷിത സഹായമായിട്ട് പ്രപഞ്ചം നിങ്ങൾക്ക് മടക്കിത്തരും. ഉറപ്പാണ് ഈ കാര്യം. നിങ്ങൾ ഒരാളെ സഹായിക്കുമ്പോൾ അത് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ അക്കൗണ്ടിൽ എന്തെങ്കിലും മുന്നിലെത്തുമെന്ന് പറഞ്ഞല്ലോ. പേരും പെരുമയും നിങ്ങളുടെ അദൃശ്യ ഭാഗ്യമാണ്. റെപ്യൂട്ടേഷൻ ആസ് അസെറ്റ്. നിങ്ങളുടെ പേര് നിങ്ങളെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നു. നിങ്ങൾക്ക് എത്ര പേരെ അറിയാം എന്നതല്ല, നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളെ അറിയാം എന്നതാണ് സോഷ്യൽ അസറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എത്ര പേരെ അറിയാമെന്നല്ല,
നിങ്ങളെ എത്ര പേർക്ക് അറിയാം? നിങ്ങളുടെ പേര് നിങ്ങളെക്കാൾ മുമ്പേ സഞ്ചരിക്കുന്നു. അതാണ് ജെയ്സൺ ഡേവിഡ് എന്ന് പറഞ്ഞ നമ്മുടെ ന്യൂമറോളജിസ്റ്റ് എപ്പോഴും നമ്മളോട് പറയുന്ന ഒരു കാര്യം. പേരിൽ എന്തിരിക്കുന്നു ചോദിക്കുമ്പോൾ നിങ്ങളുടെ പേര്, നമ്മുടെ പേര് നമ്മളെക്കാൾ മുമ്പേ സഞ്ചരിക്കുന്നു. ഷാജി എ ജോൺ എന്നുള്ള പേര് ഷാജി ജോൺ എത്തുന്നതിന് മുമ്പേ അവിടെ എത്തും. സതീഷ് സജീവ് എന്ന പേര് സതീഷ് എത്തുന്നതിന് മുമ്പേ അവിടെ എത്തും. അങ്ങനെയാണ്, നമുക്ക് മുമ്പേ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ പേരും പെരുമയുമാണ്. അപ്പൊ അത് സോഷ്യൽ അസറ്റായിട്ട് അത് കാണണമെന്നാണ്. ഒരാൾ നിങ്ങളെക്കുറിച്ച് കേൾക്കുന്ന നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് പല വാതിലുകളും തുറന്നു വരും. മോശം സ്വഭാവമുള്ള ഒരാൾക്ക് എത്ര കഴിവുണ്ടെങ്കിലും ഭാഗ്യം അയാളെ വിട്ടുപോകും. കാരണം ആരും അയാളെ സഹായിക്കാനോ അവസരങ്ങൾ നൽകാനോ തയ്യാറാവില്ല. എത്തിക്കൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഇവർക്ക്. സത്യസന്ധമായി സംസാരിക്കുന്ന ഒരാളുടെ വാക്കുകൾക്ക് ആധികാരികത ഉണ്ടാവും. ഇത് ആളുകളെ നിങ്ങളിലേക്ക് ആകർഷിക്കും, അത്തരം ആളുകളിലേക്ക് ആകർഷിക്കും. സ്വാധീനം, അവർ നൽകുന്ന സ്വാധീനം എത്രയാണ്? താൽക്കാലിക ലാഭത്തിന് വേണ്ടി കള്ളം പറയാത്തവരെ ലോകം ബഹുമാനത്തോടെ നോക്കുന്നു. താൽക്കാലികമായി ഒരു കള്ളവും പറയില്ല. ഈ ബഹുമാനമാണ് വലിയ ഉത്തരവാദിത്വങ്ങളും സ്ഥാനമാനങ്ങളും നിങ്ങൾക്ക് ഭാഗ്യം പോലെ നേടിത്തരുന്നത്. നിങ്ങളെ ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കും ആളുകൾ. സത്യസന്ധത ഭാഗ്യമാക്കി മാറ്റാനുള്ള രീതികൾ എന്താണെന്ന് നോക്കാം. വാക്ക് പാലിക്കുക, ചെറിയ കാര്യങ്ങൾ പോലും പറഞ്ഞ വാക്ക് പുലർത്തുക. സുതാര്യത, ട്രാൻസ്പെറൻസി വേണം. തെറ്റുകൾ സംഭവിച്ചാൽ അത് മറച്ചു വെക്കാതെ അംഗീകരിക്കണം. ഇത് നിങ്ങളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. മറ്റുള്ളവരുടെ വിജയം ആഘോഷിക്കുക പലർക്കും പറ്റാത്തതാണ്. നമ്മുടെ ഈ സൊസൈറ്റിയിൽ, പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിൽ മറ്റുള്ളവരുടെ വിജയം എന്ന് പറയുന്നത് നമുക്ക് വേദനാജനകമാണ്. അസൂയ എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചു മാറ്റി നിർത്താൻ പറ്റാത്ത വിധത്തിലാണ്. ടോൾ പോപ്പി സിൻഡ്രോവും ക്രാബ് മെന്റാലിറ്റിയും നമുക്ക് വളരെയധികം കൂടുതലാണ്. അപ്പം മറ്റുള്ളവരുടെ അപ്പോഴല്ലേ മറ്റുള്ളവരുടെ വിജയം ആഘോഷിക്കാൻ നമുക്ക് ഇവിടെ നേരം. അങ്ങനെ വന്നാൽ അസൂയയില്ലാതെ മറ്റുള്ളവരുടെ വളർച്ചയിൽ സന്തോഷിക്കുന്നവർക്ക് സ്വന്തം ജീവിതത്തിൽ ഭാഗ്യം വളരെ വേഗത്തിൽ വന്നു ചേരും. ഈ പറഞ്ഞ 4 പോയിന്റിൽ വാക്ക് പാലിക്കുക, സുതാര്യത പുലർത്തുക, തെറ്റുകൾ സംഭവിച്ചാൽ അത് മറച്ചു വെക്കാതെ അംഗീകരിക്കുക. ഇത് നിങ്ങളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കും. മറ്റുള്ളവരുടെ വിജയം ആഘോഷിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് പറ്റാത്ത കാര്യം, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. മറ്റുള്ളവരെ വിജയിച്ചു. ഇപ്പൊ ഏതെങ്കിലും ഒരു സമയം ഇന്നൊരു പാർട്ടി ഉണ്ട്, ഇന്ന് ഞാനൊരു പാർട്ടി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്, കാരണം അവനൊരു വലിയ സക്സസ് ഉണ്ടായിരുന്നു. അങ്ങനെ ആരെങ്കിലും ചെയ്യും? അങ്ങനെ നിങ്ങൾ ചെയ്താൽ, അങ്ങനെ വിളിച്ചാൽ, അവന് വിളിച്ച് നിങ്ങളൊരു പാർട്ടി കൊടുത്താൽ അതിന് അർത്ഥം എന്താ? എവിടെയായിരിക്കും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്? ആ ആള് നിങ്ങളെ രക്ഷപ്പെടുത്താനോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പുള്ള ആളാണെങ്കിൽ എത്ര വലിയ ആളായിക്കോട്ടെ, നിങ്ങളൊരു ഒരാളെ നിങ്ങൾ കണ്ടോളൂ. അയാളെ വിളിച്ച് നിങ്ങളൊരു പാർട്ടി കൊടുക്കാൻ വേണ്ടി നിങ്ങൾ തീരുമാനിച്ചു. അപ്പം മറ്റൊരാളുടെ വിജയം കണ്ടിട്ട് എത്ര വലിയൊരാള്, നിങ്ങൾക്ക് പ്രാപ്യമല്ലാത്ത ഒരാളുടെ വിജയമാണെന്ന് വിചാരിച്ചു. അയാളൊരു വലിയൊരു സക്സസ്, അയാൾക്കൊരു അവാർഡ് കിട്ടി. നിങ്ങൾ അയാളെ വിളിക്കുകയാണ്, സാർ ഞാൻ ഇന്നയാളാണ്, എനിക്ക് സാറിനൊരു സ്വീകരണം തരണമെന്ന്, സാറിനും ഫാമിലിക്കും ഞങ്ങളൊരു ഗ്രൂപ്പ് നിങ്ങൾക്കൊരു അംഗീകാരം തരണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ചെറിയ ഗെറ്റ് ടുഗദറാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വരാതിരിക്കുമോ? സിന്തൈറ്റിന്റെ ബിജു സാറ് കാറെടുത്തപ്പോ അവിടെ കേക്കുമായി അദ്ദേഹം പോയി. ആ കേക്കുമായി പോയി അദ്ദേഹം അത് വലിയ സന്തോഷത്തിൽ അത് ഷെയർ ചെയ്തു. ആ വീഡിയോ തന്നെ 50,000-60,000 പേര് കണ്ടു. അപ്പൊ ഇത് കൃത്യമായിട്ട് അറിയുന്ന ഒരു ഭാഗ്യശാലിയാണ് ഇദ്ദേഹം. അത് അറിയാം, ഇദ്ദേഹം ഇത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അദ്ദേഹം അതിൽ പങ്കുചേരുകയാണ്, ആഘോഷത്തിൽ പങ്കുചേരുകയാണെന്നാണ്. അപ്പം അത് ലോകം മുഴുവൻ നമ്മളെ ഭാഗ്യശാലിയാകാൻ ഈ ഒരു മനസ്ഥിതി വഴിയൊരുക്കും എന്നാണ്. അപ്പൊ അവസരങ്ങളെ തിരിച്ചറിയാനായി നിർഭാഗ്യവാനായിട്ട് ജീവിച്ച ഒരാളുടെ കാര്യം പറയാം. അവസരങ്ങളെ തിരിച്ചറിയാതെ നിർഭാഗ്യവാനായി ജീവിച്ച ഒരാളുടെ കാര്യമാണ്. അയാളുടെ പേര് സിസ്റ്റോ ഡോഡ്രിഗസ് എന്നാണ്. അവസരങ്ങളുണ്ടായിരുന്നു. കഴിവെന്ന് പറഞ്ഞാൽ അസാമാന്യമായ കഴിവുണ്ടായിരുന്നു. അതൊന്നും അറിയാതെ ജീവിച്ച ഒരാൾ സിസ്റ്റോ ഡോഡ്രിഗസ്. അദ്ദേഹം അമേരിക്കയിലെ ഡെട്രോയിറ്റിലാണ് അദ്ദേഹം ജനിച്ചത്. ഒരു സാധാരണ ഈ സിക്സ്റ്റോ എന്ന് പറഞ്ഞാൽ 6ാമത്തവൻ എന്ന അർത്ഥത്തിലാണ്. 6 പിള്ളേരിൽ ഇളയവൻ. അപ്പം മ്യൂസിക്കിൽ വലിയ താല്പര്യമായിരുന്നു. ഗിറ്റാർ നന്നായി വായിക്കും, പാട്ട് പാടും. അപ്പം അങ്ങനെ വന്ന് പല പണികളൊക്കെ ചെയ്ത് തല്ലിപ്പൊളിക്കാട് നടന്ന് കുറേ കാലം കഴിഞ്ഞ് പുള്ളി ദക്ഷിണാഫ്രിക്കയ്ക്ക് പോയി. ദക്ഷിണാഫ്രിക്കയിൽ പോയിട്ട് അവിടുത്തെ ഈ പബ്ബുകളിലും അവിടുത്തെ പഴയ ഈ ചൂതാട്ട കേന്ദ്രങ്ങളിലും ബാറുകളിലൊക്കെ പാട്ട് പാടുന്ന പരിപാടിയാണ് പുള്ളിക്ക്. ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഈ സിസ്റ്റർ ഡോഡ്രിഗസ് പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു പരിപാടികൾ, സംഗീത ആൽബങ്ങളൊക്കെ പലപ്പോഴും ചെറിയ ആൽബങ്ങളൊക്കെ പ്രകാശനം ചെയ്തു. അവിടെ കാസറ്റുകൾ, അന്നത്തെ കാസറ്റുകളും ഡിസ്കുകളൊക്കെ ഉണ്ടാക്കി, അതൊക്കെ അവിടെ സുഹൃത്തുക്കളൊക്കെ കൂടി ഉണ്ടാക്കി. അതൊക്കെ അവിടെയൊക്കെ പോപ്പുലറായി. കുറച്ച് ആളുകൾക്കൊക്കെ ആരാധകരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ കഞ്ചാവ് അടിച്ച് മൂത്ത ഈ ഹരേരാമ ഹരകൃഷ്ണ പ്രസ്ഥാനത്തിൽപ്പെട്ട ഏതോ ഒരു ഭ്രാന്തൻ പോയിന്റ് ബ്ലാങ്കില് ഇയാളെ ആഹ്ലാദം മൂത്തിട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഷൂട്ട് ചെയ്ത് കൊന്നു കളഞ്ഞു സിസ്റ്റർ ഡോഡ്രിഗസിനെ. മനസ്സിലായില്ലേ? പിന്നീട്
ഈ സിസ്റ്റർ റോഡ്രിഗസിന്റെ ആൽബം ലോകം മുഴുവൻ പ്രശസ്തമായി. ഷുഗർമാൻ എന്നാണ് ആൽബത്തിന്റെ പേര്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ആൽബങ്ങളൊന്നായി മാറി. ദക്ഷിണാഫ്രിക്കയിലെ സ്വാതന്ത്ര്യ മൂവ്മെന്റില് ഉണർത്തുപാട്ടായി ഈ പാട്ട് മാറി. അത്ര സ്വാധീനിച്ചിരുന്നു. അങ്ങനെയുള്ള ഈ പാട്ട് ഇത്രയും പോപ്പുലറായതിനു ശേഷം ഒരു സംവിധായകൻ, അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. ആ ഡയറക്ടർ ഒരു ഹോളിവുഡ് ഡയറക്ടറാണ്, ഡോക്യുമെന്ററി ഡയറക്ടറാണ്. ഇദ്ദേഹത്തെ കുറിച്ച് ഡോക്യുമെന്ററി ചെയ്യാൻ തീരുമാനിച്ചു, ഈ സിസ്റ്റർ റോഡ്രിഗസിനെ കുറിച്ച്. സെർച്ചിങ് ഫോർ ഷുഗർമാൻ എന്നാണ് ഡോക്യുമെന്ററിയുടെ പേര്. അപ്പൊ ആ ഡോക്യുമെന്ററിയുടെ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്തിരുന്ന പല 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 ആളുകളെയും അന്വേഷിച്ച് പോയി. അങ്ങനെ അന്വേഷിച്ച് പോയി ഇദ്ദേഹം പലരെയും ഇന്റർവ്യൂ ചെയ്തു. അപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ വെടിവെക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരു ഡ്രമ്മർ ഉണ്ടായിരുന്നു. അയാൾ മാത്രമാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്, നല്ല പ്രായമായിട്ടുണ്ട്. അപ്പം ആ ഡ്രമ്മറെ തേടി അയാൾ US തന്നെയാണ് ഉള്ളത്. അയാൾ തിരിച്ചു വന്ന അയാളെ നാട്ടിൻപുറത്ത് പോയി അയാളെ കണ്ട് സംസാരിച്ചപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ പറഞ്ഞു, റോഡ്രിഗസ് വെടിയേറ്റ് മരിക്കുമ്പോൾ താങ്കളായിരുന്നല്ലോ അന്ന് അവിടെ ഉണ്ടായിരുന്നത്. ആര്? അല്ല, റോഡ്രിഗസ് വെടിയേറ്റ് മരിച്ചെന്നോ? ആരാ ഈ കള്ളത്തരം പറഞ്ഞത്? അല്ല, അങ്ങനെയാണല്ലോ ലോകം മുഴുവൻ അറിയുന്നത്. അയ്യോ, അത് ഏതാ മറ്റവന്മാരൊക്കെ ബാന്ധന്മാരെല്ലാം കൂടെ പറഞ്ഞ് പരുത്തിയല്ലേ. അവനവിടെ നിൽക്കാൻ കഴിയാതെ, അവിടെ നിന്ന് പൈസ ഉണ്ടാക്കാൻ കഴിയാതെ, അവിടെ ഏതൊരു പെണ്ണുമായിട്ട് ബന്ധമൊക്കെ ഉണ്ടായിരുന്നു, അവരെല്ലാം കൂടി അവനെ അടിച്ച് ഇതാക്കി. അവനവിടെ നിന്ന നിപ്പില്ല ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് രക്ഷപ്പെട്ട് അമേരിക്കയ്ക്ക് പോയതാന്ന്. അയ്യോ, അപ്പം റോഡ്രിഗസ് എവിടെ ജീവിച്ചിരിപ്പുണ്ടാവോ? മേ ബി, ഞങ്ങളാരും അന്വേഷിച്ചിട്ടില്ല. വല്ലാത്തൊരു വാർത്തയായിരുന്നു. ഈ ഭാഗ്യവാൻ മില്യൺ കണക്കിന് വിറ്റഴിഞ്ഞ ഇതിന്റെ റൈറ്റ്സ് മില്യൺ കണക്കിന് ഡോളറാണ് അയാളുടെ പേരിൽ കിടക്കുന്നത്. ഈ റൈറ്റ്സ് മാത്രം. അത് അനുഭവിക്കാൻ കഴിയാതെ ആ ഭാഗ്യവാൻ ജീവിച്ചിരിപ്പുണ്ടോ? മരിച്ചുപോയോ? അയാള് ഉടനെ തന്നെ അമേരിക്കയിലേക്ക് വിളിച്ചു പറഞ്ഞ് US പത്രങ്ങളിൽ ടെലിവിഷൻ ചാനലുകളിലൊക്കെ വാർത്ത പോയി. ഇങ്ങനെ റോഡ്രിഗസിനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുന്നവർ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്, വിവരങ്ങൾ തരണമെന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം ആ വാർത്ത വന്നു. 3 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ US തൻ്റെ ഹോളിവുഡിലേക്ക് മടങ്ങി. അദ്ദേഹം ഉറങ്ങുമ്പോൾ രാത്രി 12 മണിക്ക് ഉറങ്ങുമ്പോൾ നിർത്താതെ ബെല്ലടിച്ചുകൊണ്ടിരിക്കുന്നു. അയാളുടെ ഭാര്യ ഫോൺ എടുത്തിട്ട് ഇദ്ദേഹത്തിനാണെന്ന് പറഞ്ഞു. അപ്പം ഫോൺ കൊടുത്തു. ഹലോ, ഒരു മന്ത്രമധുരമായ ശബ്ദം. ഹു ഇസ് ദിസ്? ആരായിരിക്കും വിളിച്ചത്? ഫോണിന്റെ മറുതലക്കൽ ആരായിരിക്കും?